അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനിയായിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ ബോട്ട് എസ്കേപ്പ് എന്തോ ചെയ്യാൻ നോക്കി, പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റിയില്ല. ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഡോർ എസ്കേപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡേ 1 ആയിട്ടുണ്ട്. എന്തായാലും നമ്മളിത് എണീച്ചിട്ടുണ്ട്. ഇനിയില്ലേ, നമുക്ക് ആദ്യം തന്നെ മുകളിൽ പോകണം. മുകളിൽ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റൺ ഗണ്ണുണ്ടല്ലോ, അത് പോയി നമുക്കൊന്ന് എടുത്തിട്ട് വരണം. ഇവിടെ അമ്മച്ചയും അപ്പൂപ്പനെയൊന്നും കാണാനില്ല. എന്തായാലും നമുക്ക് ഓടി മുകളിൽ പോവാം. സ്റ്റൺ ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി അപ്പൂപ്പൻ്റെയും കാര്യം ഞാനായിട്ട്. അമ്മച്ചി ഇവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ച് താഴെ ആയിരിക്കും. നമ്മളെ കണ്ടു. ഇവര് പോണില്ലേ? പോണ്. എന്തായാലും അപ്പാപ്പ ഇവിടെ വന്ന ഓക്കെ. അങ്ങനെ അമ്മച്ചി പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സ്റ്റൺ ഗൺ ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. കിട്ടി. ഇനി അമ്മച്ചിയുടെ അപ്പൂപ്പൻ്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മച്ചിക്ക് എന്താ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പം വരുമായിരിക്കും. വന്നല്ല. ഇവിടെ അമ്മച്ചി. അപ്പൂപ്പ ഇവിടെ. വല്ലതും പറ്റിയ അപ്പൂപ്പ? അപ്പൂപ്പ കീ ഒന്നത്ത. എന്തിനാണിത് വെറുതെ കഴുത്തി തൂക്കിക്കൊണ്ട് കിടക്കണേ? ഡോർ ലോക്ക് കിട്ടി. ഇത് നമുക്ക് ഡോർ എസ്കേപ്പിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളിത് ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടാം, താഴെ കൊണ്ടിടാം. ഇത് അപ്പം അതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനം പോയി എടുക്കാം. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ എല്ലാം കാണാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ക്രോബാർ കിട്ടി. ഇതും നമുക്ക് ആവശ്യമുണ്ട് ഡോർ എസ്കേപ്പിന്. അതുകൊണ്ട് ഇതും കൊണ്ടുപോയി താഴെ കൊണ്ടിടാം. അമ്മച്ചി അപ്പൂപ്പനെ എപ്പോഴാ വല്ല എണീച്ചാൽ എൻ്റെ തലയടിച്ച് പൊട്ടിക്കും. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഡോർ ഹാൻഡിൽ വേണം. അയ്യോ കിട്ടി. അമ്മച്ചി ഇട്ട ട്രാപ്പായിരുന്നു. ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൺ ഗണ്ണ് കയ്യിൽ പിടിക്കാം. എന്നിട്ട് അവർ എണീച്ചാന്ന് ഇവിടെ നോക്കാം. നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയാണല്ലോ. ഇനി നമ്മളെ പോവാൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് മുകളിൽ കയറി നോക്കാം. അവിടെ നിന്ന് ചിലപ്പോൾ എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. ഹാൻഡ് വീല് കിട്ടി. ഹാൻഡ് വീല് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിനകത്ത് എന്തരാണ്? വെപ്പൺ കീ. ഇപ്പോൾ നമുക്കിനി വെപ്പൺ കീയുടെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് സ്റ്റൺ ഗണ്ണ് കിട്ടിയില്ലേ. ഇതൊന്ന് തുറന്നിട്ടിക്കാൻ. ചിലപ്പോൾ ഈ പെട്ടിക്കകത്ത് നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളതെല്ലാം കാണുമായിരിക്കും. അപ്പൂപ്പനെ അമ്മൂമ്മ എണീച്ചാന്തോ. നമുക്ക് എന്തായാലും ഈ സാധനം എടുത്ത് തറയിലിട്ട് നോക്കാം. അപ്പം ശബ്ദം കേട്ട് അവർ വന്നാൽ നമുക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതാ അമ്മച്ചി വന്നു.
അപ്പൂപ്പനെ ഇവിടെ ഒന്നും കാണാനില്ല. നമ്മൾ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. അപ്പോൾ നമുക്ക് ആ ഡോർ ഹാൻഡിൽ എടുത്തുകൊണ്ട് നമ്മളെ റൂമിൻ്റെ അവിടെ താഴെ കൊണ്ടുപോകണം. എവിടെയെന്ന് വെച്ചാൽ നമ്മളെ റൂമിൻ്റെ അപ്പുറത്തെ സൈഡ്. ഇവിടെ ആയിരുന്നല്ലോ. ഓക്കെ, നമ്മൾ വച്ചിട്ട് തിരിക്കി വിട്ടിട്ടുണ്ട്. ഇനി മുകളിൽ പോയാ അയ്യോ പാപ്പ വന്നടാ. ഇനി അപ്പൂപ്പം പോകുമ്പോൾ നമുക്ക് പിറകെ കുണിങ്ങി പതിയെ പോവാം. അതേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നിൽക്കണുണ്ട്. അതാ പോകണം. നമുക്ക് പതിയെ കുണിങ്ങി പോവാം. എൻ്റെ സ്റ്റൺ ഗണ്ണ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അപ്പൂപ്പൻ്റെ അവിടെ ഇൻ്റർനാഷണൽ പ്ലക്ക് ഡേ ആഘോഷിച്ചേനെ. അപ്പൂപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്നിട്ട് പോയി നമ്മളെ ഗണ്ണ് എടുത്തിട്ട് വരാം. ഇവിടെ കിടന്ന് ഉറങ്ങണ പാവം. ഉറങ്ങട്ട്, നമുക്ക് ശല്യപ്പെടുത്താനൊന്നും പോകണ്ട. നമുക്ക് നമ്മളെ പണി നോക്കാം. ഇനി നമുക്ക് ഈ കണ്ണെടുത്ത് പിടിക്കട്ടെ. ഇനി നമുക്ക് ഈ ദാ എണീച്ച് പോണ് അപ്പൂപ്പ. അപ്പൂപ്പന് പുറകെ ഇപ്പോൾ നമുക്ക് കൊടുക്കാം ബാക്കിൽ നിന്ന്. അമ്മച്ചി വന്നല്ല, വാ. എന്നാ പിടിച്ചോ. ഓക്കെ, നമുക്ക് പോവാം ഇവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതില്ലേ നമ്മളവിടെ ഒരു ഷോക്ക് അടുപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് മാറ്റണമെങ്കിൽ ആ ഡോറിൻ്റെ അവിടെ അത് മാറ്റണമെങ്കിൽ നമുക്ക് കട്ടിങ് പ്ലെയർ വേണം. അത് വെച്ചാൽ ഫോട്ടോയുടെ ബാക്കിലുള്ള ഒരു വയർ നമുക്ക് കട്ട് ചെയ്യണം. അതിന് എനിക്ക് തോന്നുന്നു അവിടെ മുകളിലൊരു പെട്ടിയുണ്ട്. ആ പെട്ടി തുറക്കണ ക്രോബാർ വേണം. അതിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. സുഹൃത്തുക്കളെ, ഇവിടെ തന്നെ ഉണ്ട് കട്ടിങ് പ്ലെയർ. അപ്പോൾ ഇതും എടുത്തുകൊണ്ടില്ലേ ആ ഫോട്ടോയുടെ ബാക്കിൽ ഇതാ ഇവിടുത്തെ ഫോട്ടോ. അതാ ഇവിടുത്തെ ഫോട്ടോ ആക്കണ്ടില്ലേ വയർ. അങ്ങനെ വയർ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ ഫൈനലി നമ്മൾ ധ്യാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോവുകയാണ്. അപ്പം 1 2 3 ഇനി പെഡ്ലോക്ക് എടുക്കാൻ പോകണം. ഗണ്ണ് ഞാൻ കൈ പിടിക്കട്ടെ. നമുക്ക് പോവാം എന്തായാലും മുകളിൽ. ഞാൻ ഒരു സ്ഥലത്ത് എന്തായാലും പെഡ്ലോക്ക് കണ്ടു വച്ചിട്ടുണ്ട്. ആരും എണീച്ചില്ലല്ലോ അല്ലേ? ഇതിനകത്താണ് ഞാൻ പറഞ്ഞത് പെഡ്ലോക്ക്. നമുക്കിത് എടുത്തോണ്ട് ഇനി ഓടാം. ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കണ്ട. അങ്ങനെ അവസാന സുഹൃത്തുക്കളെ നമ്മളുടെ എസ്കേപ്പ് ആവാൻ പോവുകയാണ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാം. 1 2 3 ലെറ്റ്സ് ഗോ. എൻ്റെ ദൈവമേ, അവസാനം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.